നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. 2024 സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങൾ വിവിധ പ്രകാരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നക്ഷത്ര ഫലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ദോഷങ്ങളും അതിനുള്ള പരിഹാരങ്ങളും ഗുണഫലങ്ങൾക്ക് വേണ്ട പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നക്ഷത്രഫലത്തെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രം കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ്. ഫെബ്രുവരി മാസം വളരെ പ്രധാനപ്പെട്ട പുതുവർഷത്തിന്റെ രണ്ടാമത്തെ മാസമാണ്. ഫെബ്രുവരി മാസത്തിൽ ഓരോ രാശിക്കൂറുകാർക്കുമുള്ള ഫലത്തെ നോക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. 2024 ഫെബ്രുവരി മാസം നിങ്ങൾക്ക് എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറയാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ലഗ്നത്തിൽ വ്യാഴവും 6-ൽ കേതുവും 12-ാം ഭാവത്തിൽ രാഹുവും 11-ാം ഭാവത്തിൽ ശനിയും ഒക്കെ നിൽക്കുകയാണ്. മറ്റ് പല ഗ്രഹങ്ങൾക്കും ഫെബ്രുവരി മാസത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. പൊതുവെ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഫെബ്രുവരി മാസത്തിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉണർവും ഉന്മേഷവും മുഖത്ത് പ്രസാദവും ദൈവാധീനവും അനുഭവപ്പെടുന്നതാണ്. തൊഴിലൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിന് അനുകൂല സാഹചര്യം വന്നു ചേരുന്നതാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കും അതിനുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിന് സമയമാകുകയാണ്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ക്രയവിക്രയങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ മേടക്കൂറുകാരെ സംബന്ധിച്ച് 2024 ഫെബ്രുവരി മാസം അനുകൂലമാണ്. വിവാഹിതരാകാൻ ആഗ്രഹിച്ചിരിക്കുന്ന യുവാക്കൾക്ക് ഫെബ്രുവരി മാസത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുചേരുന്നതാണ്. ദോഷപരിഹാരമായി സർപ്പങ്ങൾക്ക് വഴിപാട് ചെയ്യുക, ശ്രീകൃഷ്ണ ഭഗവാന് പാൽപായസം തുടങ്ങിയ വഴിപാടുകളെ ചെയ്യുക. അടുത്തത് നമുക്ക് ഇടവക്കൂറുകാരുടെ ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാർക്ക് വ്യാഴം 12-ലാണ്, ശനി 10-ലാണ്, രാഹു 11-ലും കേതു 5-ാം ഭാവത്തിലുമാണ്. മറ്റ് ഗ്രഹങ്ങളിലേക്ക് രാശിമാറ്റവും പരിഗണിച്ചുകൊണ്ട് ഇടവക്കൂറുകാരുടെ ഫലത്തെ നമുക്ക് നോക്കാം. ഇടവക്കൂറുകാർക്ക് സർക്കാർ സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പല വിധത്തിൽ കൈവരാൻ അവസരമുണ്ടാകും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടന്നത് ഒക്കെ പുനർ ലഭിക്കുവാൻ ഉള്ള സാഹചര്യം ഉണ്ടാകും. ഭൂമി സംബന്ധമായി ക്രയവിക്രയങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഇടവക്കൂറുകാർക്ക് അതിന് അനുകൂല സമയമാണ്. വ്യാഴം 12-ലായതുകൊണ്ട് തന്നെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ കൂടുതൽ പണം മുടക്കിയുള്ള പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. സന്താനങ്ങൾക്ക് വേണ്ടി പഠന സംബന്ധമായും അല്ലാതെയും ഒക്കെ പണം ചെലവാക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വീട്ടിൽ നിന്ന് അകന്നു താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 2024 ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായേക്കാം. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാട് നടത്തുന്നതും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ പൂജ തുടങ്ങിയവ നടത്തുന്നതും ഇടവക്കൂറുകാർക്ക് ദോഷത്തെ ഇല്ലാതാക്കും. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ 2024 ഫെബ്രുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ 2-ാം പകുതി, തിരുവാതിര, പുണർന്നത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 11-ലാണ്, രാഹു 10-ലും കേതു 4-ലും ശനി 9-ലുമായിട്ട് സ്ഥിതി ചെയ്യുകയാണ്. വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി മൂലം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. തൊഴിൽപരമായിട്ട് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകാം. കർമ്മരംഗത്തൊക്കെ മിഥുനക്കൂറുകാർക്ക് ശോഭിക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന മിഥുനക്കൂറുകാർക്ക് 2024 ഫെബ്രുവരി മാസത്തിൽ വളരെ നല്ല അനുകൂല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഗവേഷണമൊക്കെ ചെയ്യുന്നവർക്ക് പരീക്ഷകളിലും ഗവേഷണ കാര്യങ്ങളിലും ഒക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ പരീക്ഷകൾ എഴുതുന്നവരും വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നവരും വളരെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ ചില അപവാദങ്ങളൊക്കെ കേൾക്കേണ്ട സാഹചര്യങ്ങളും ചിലപ്പോഴുണ്ടായേക്കാം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശാരീരികവും മാനസികവുമായിട്ടുള്ള സ്വസ്ഥത ലഭിക്കുന്ന സമയം തന്നെയാണ് 2024 ഫെബ്രുവരി മാസം. അതോടൊപ്പം സാമ്പത്തികമായി നല്ല അനുഭവ യോഗവും കൂടിയുണ്ട്. ടാക്സി തുടങ്ങി വാഹനം കൈകാര്യം ചെയ്ത് ഉപജീവനം നടത്തുന്നവരെ സംബന്ധിച്ച് അനുകൂല സമയമാണ്. സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ്. ശാരീരിക ക്ലേശങ്ങളൊക്കെ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മുട്ടുവേദന,
വയറുവേദന, കാൽപാദത്തിന് വേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ശാരീരികമായിട്ട് 2024 ഫെബ്രുവരി മാസം മിഥുനക്കൂറുകാർക്ക് ഉണ്ടായേക്കാം. ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും ഗണപതി ഭഗവാൻ അർച്ചന നടത്തുന്നതും ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും ഒക്കെ ദോഷത്തെ ഇല്ലാതാക്കാൻ മിഥുനക്കൂറുകാരെ സഹായിക്കും. ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ 2024 ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 10ാം ഭാവത്തിലാണ്, രാഹു 9ലും ശനി 8ലുമാണ്, കേതു ആകട്ടെ 3ാം ഭാവത്തിലുമാണ്. ദൈവാധീനം പൂർണ്ണമായിട്ടുള്ള അവസരം തന്നെയാണ് കർക്കിടക്കൂറുകാർക്ക്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ അഭിവൃദ്ധി, കുടുംബസുഖം, ബന്ധുജന സമാഗമം, വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പരീക്ഷകളിൽ വിജയം, പുതിയ സ്ഥലങ്ങളിലൊക്കെ പഠനകാര്യങ്ങൾക്കും മറ്റും യാത്ര ചെയ്യുന്നതിനും വിദ്യാഭ്യാസത്തിൽ പൊതുവെ നേട്ടങ്ങൾക്കും സാധ്യതയുമുണ്ട്. സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വിജയവും പ്രശസ്തിയും ഒക്കെ ലഭിക്കാൻ സാഹചര്യമുണ്ട്. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുടെ അനുഗ്രഹാശിസ്സുകളോടെ തൊഴിലിൽ വിജയിക്കാൻ സാധിക്കും. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ചിലപ്പോൾ ആദ്യകാലത്ത് അതൊക്കെ ചിലപ്പോൾ അരിഷ്ടതയും ഉണ്ടായേക്കാം. എന്നാൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന പക്ഷം അതിലേറെ ഗുണഫലങ്ങൾ പിന്നീട് ലഭിക്കുന്നതുമാണ്. ഊഹക്കച്ചവടം പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട സമയമാണ്. വിവാഹങ്ങളൊക്കെ ആലോചന നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്കെങ്കിലും ഒക്കെ വിവാഹ കാര്യങ്ങൾ അല്പം താമസിക്കാനും സാഹചര്യം ഉണ്ടായേക്കാം. സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളും ഐശ്വര്യവും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. കർക്കിടക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് കൂടുതൽ അനുകൂല സമയമാണ്. കൂടാതെ കർമ്മവിജയം, കച്ചവട വിജയം, സന്താനങ്ങളെ കൊണ്ട് നേട്ടം, ഐശ്വര്യം എന്നിവയൊക്കെ പൂർണ്ണമായി ലഭിക്കുന്ന സമയമാണ്. പൊതുവെ കർക്കിടക്കൂറുകാർക്ക് ഏറെക്കുറെ നല്ല സമയമാണ്. ഭാഗ്യസ്ഥാനത്ത് രാഹുവാണ്. അതുകൊണ്ട് തന്നെ സർപ്പാരാധന നടത്തുന്നത് ഭാഗ്യവർദ്ധനവിന് സഹായിക്കും. കൂടാതെ ശാസ്താവിന് നീലാഞ്ജനം, അയ്യപ്പസ്വാമിക്ക് എള്ളുപായസം, മുരുകന് പഞ്ചാമൃതം എന്നീ കാര്യങ്ങൾ നടത്തുന്നത് ദോഷപരിഹാരമാണ്. അടുത്തത് നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫെബ്രുവരി 2024 സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാൻ. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശനി 7ലാണ്, രാഹു 8ലും, വ്യാഴം 9ലും, കേതു 2ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും അനുകൂല സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നേട്ടങ്ങൾ ഉണ്ടാകാൻ സാഹചര്യമുള്ള സമയമാണ് 2024 ഫെബ്രുവരി മാസം. അനുകൂല അവസരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. വേണ്ടപ്പെട്ടവരിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. എഴുത്തുകാർ, നിയമവിദഗ്ധർ, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർ എന്നിവർക്കൊക്കെ ഉത്തമമായിട്ടുള്ള അനുകൂല സമയമാണ്. ഏത് മേഖലയിൽപ്പെട്ട ചിങ്ങക്കൂറുകാരായാലും സ്വകർമ്മങ്ങളിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വാഹന സംബന്ധമായിട്ടുള്ള ഏത് മേഖലയിൽ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെയുള്ള ചിങ്ങക്കൂറുകാർക്ക് 2024 ഫെബ്രുവരി മാസം വളരെയേറെ നേട്ടങ്ങൾ നൽകുന്നതാണ്. കൂടാതെ എല്ലാ ചിങ്ങക്കൂറുകാർക്കും കുടുംബപരമായി അഭിവൃദ്ധിയും ഉണ്ടാകുന്ന സമയമാണ്. പുതിയ വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് താൽക്കാലികമായിട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കണ്ടകശനിയുടെ കാലമാണ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക. നഷ്ടങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്കും വിദ്യാർത്ഥികളായിട്ടുള്ള ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കൂടാതെ കലാകാരന്മാർക്കും മികച്ച അവസരങ്ങൾ ലഭിക്കും. തൊഴിൽ, ഭൂമി, ഗൃഹം എന്നിവ പരസഹായത്തോടുകൂടി ലഭിക്കുന്നതാണ്. കൂടാതെ വ്യാപാരികളായിട്ടുള്ളവർ, കയറ്റുമതി, ഇറക്കുമതി തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്കൊക്കെ അനുകൂല സമയമാണ്. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂല കാലമാണ്. പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ്. മുതിർന്നവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ചിങ്ങക്കൂറുകാരാണ് എങ്കിൽ അവർക്കൊക്കെ ആരോഗ്യം മെച്ചപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ 2024 ഫെബ്രുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 7ലാണ്, വ്യാഴം 8ലാണ്, ശനി 6ലാണ്. ജന്മരാശിയിൽ കേതുവും നിൽക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ പൊതുവെ മന്ദഗതിയിലായിരിക്കും നടക്കുക. ഏത് കാര്യത്തിലാണെങ്കിലും ഫലപ്രാപ്തിയിലെത്താൻ കൂടുതൽ പരിശ്രമം ആവശ്യമായി വന്നേക്കാം. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ വരവിനേക്കാൾ ചെലവുണ്ടാകാൻ സാഹചര്യമുണ്ടാകും. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ല വിജയമുണ്ടാകാനും സാഹചര്യമുണ്ട്. വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താനും ആഡംബര സാധന സാമഗ്രികളൊക്കെ വാങ്ങിക്കാനും അനുകൂല സമയമാണ്. അതിനൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ കടബാധ്യതകളൊക്കെ വന്നു ചേരാൻ സാഹചര്യമുണ്ട്. അതൊക്കെ ഒന്ന് കരുതലെടുത്ത് മുന്നോട്ട് പോവുക. സർപ്പങ്ങൾക്ക് വഴിപാടുകൾ നടത്തുക. നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുകേതുക്കൾക്ക് പൂജകൾ നടത്തുക. നൂറും പാലും നടത്തുക. ഗണപതി ഹോമം നടത്തുക. പൗർണമിക്ക് ഉപവാസം എടുക്കുക. മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുക എന്നിവ
ദോഷത്തെ ഇല്ലാതാക്കുന്നതാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ 2024 ഫെബ്രുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 7-ലാണ്, രാഹു 6-ലും, ശനി 5-ലുമായിട്ടാണ്, കേതു ആകട്ടെ 12-ലാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് വിവാഹത്തിന് അനുകൂല സമയമാണ്. പൊതുവെ അവർക്ക് ദൈവാധീനമുള്ള സമയമാണ് എന്ന് തന്നെ പറയാം. തൊഴിലൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാം. കൂടാതെ ഭൂമി യോഗത്തിനും വിവാഹത്തിനുമൊക്കെ അനുകൂലമാണ്. ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കുമൊക്കെ ഉന്നതമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരാം. നാൽക്കാലികൾക്കും അനുകൂല സമയമാണ്. വളർത്തു മൃഗങ്ങളായിട്ടുള്ള നാൽക്കാലികളിൽ നിന്നും അനുകൂല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് ചില സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഫോറസ്റ്റ്, ഫയർഫോഴ്സ് തുടങ്ങിയ സമാനമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. തൊഴിലാളികൾ, കർഷകർ, മത്സ്യബന്ധനം ചെയ്യുന്നവർ എന്നിവർക്കൊക്കെ വീട് വാങ്ങാനും വീട് വയ്ക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായേക്കാം. കൂടാതെ തൊഴിലിൽ നിന്നും മറ്റു മേഖലകളിൽ നിന്നും ഒക്കെ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ശ്രീമുരുകന് പഞ്ചാമൃതം വഴിപാടായിട്ട് നടത്തുന്നതും ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും ഷഷ്ടി വ്രതം എടുക്കുന്നതും കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നതും സർപ്പപ്രീതി വരുത്തുന്നതും ഒക്കെ തുലാക്കൂറുകാർക്ക് ദോഷത്തെ ഇല്ലാതാക്കും. അടുത്തത് നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ 2024 ഫെബ്രുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 1/4 ഭാഗം, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പ്രശസ്തിയും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ ഭൂമിയോഗം, ഗൃഹയോഗം, തൊഴിൽപരമായിട്ടുള്ള ഉന്നത അവസരങ്ങൾ, ഉന്നതമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള സാഹചര്യം എന്നീ നല്ല ഫലങ്ങളെ പറയാം. കൂടാതെ കണ്ടകശനി ഉള്ളത് കൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു 3/4% മാത്രം പൂർത്തീകരിക്കാൻ പറ്റുന്ന അവസരങ്ങളും വന്നേക്കാം. എന്നാൽ ക്രമേണ ആത്മാർത്ഥതയോടുകൂടി പരിശ്രമിച്ചാൽ അതൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കുന്നതുമാണ്. കലാകാരന്മാർക്കും കായിക പ്രതിഭകൾക്കുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. കൂടാതെ കേന്ദ്ര സംസ്ഥാന ജീവനക്കാർക്കൊക്കെ അനുകൂല സമയമാണ്. അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും ആദരവും ലഭിക്കും. മുടങ്ങിപ്പോയിട്ടുള്ള വിവാഹമൊക്കെ വീണ്ടും ആലോചനയിൽ വരാനും അതൊക്കെ നടക്കാനുമുള്ള സാഹചര്യങ്ങൾ വൃശ്ചികക്കൂറുകാർക്കുണ്ട്. മധ്യവയസ്കരായിട്ടുള്ളവർക്ക് പൊതുവെ അനുകൂലമാണ്. എന്നിരുന്നാലും കണ്ടകശനിയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, മനസ്സിന് ക്ലേശങ്ങൾ ഉണ്ടാകാനും സാഹചര്യമുണ്ട്. ശിവഭഗവാനും ശാസ്താവിനും മഹാവിഷ്ണുവിനും അർച്ചന നടത്തുന്നതും ദോഷത്തെ ഇല്ലാതാക്കും. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ 2024 ഫെബ്രുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ശനി 3-ലും, രാഹു 4-ലും, വ്യാഴം 5-ലും, കേതു 10-ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും വാഹനം വാങ്ങുവാനും വ്യാഴത്തിന്റെ സ്ഥിതി മൂലം സാഹചര്യം ഉണ്ടായേക്കാം. സുഖവും സന്തോഷവും ഒക്കെ അനുഭവവേദ്യമാകുന്ന സമയമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച്. ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളൊക്കെ ഫെബ്രുവരി മാസത്തിൽ ധനുക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമാണ്. ഭൂമി വാങ്ങുക, വീട് നന്നാക്കുക, കൂടാതെ വാഹനം വാങ്ങിക്കാനും കച്ചവടമൊക്കെ ചെയ്യുന്നവർ അത് പ്രയോജനപ്പെടുത്തുവാനും വിദേശത്തൊക്കെ തൊഴിലും കച്ചവടവും ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂല അവസരങ്ങളും ഒക്കെ വന്നു ചേരാം. പ്രൊഫഷണൽ മേഖലയായിട്ടുള്ള ഡോക്ടർ, എഞ്ചിനീയർ തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികവും മാനസികമായിട്ടുള്ള ഉല്ലാസത്തിന് അവസരങ്ങൾ വന്നേക്കാം. പുതിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. നിരവധിയായിട്ടുള്ള അവസരങ്ങളും അവരെ സംബന്ധിച്ച് തേടിയെത്തിയേക്കാം. ശിവഭഗവാന് ധാരാപുറവിളക്ക്, കൂവളമാല, ഗണപതി ഭഗവാന് അർച്ചന, സർപ്പങ്ങൾക്ക് നൂറും പാലും തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ ദോഷങ്ങൾ ഇല്ലാതാകും. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ 2024 ഫെബ്രുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിന്റെ 3/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവത്തിന് സാധ്യതയുണ്ട്. നൂതന സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുകയും അതൊക്കെ വിജയത്തിൽ എത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ഒക്കെ ചെയ്യാം. വീട് നിർമ്മാണമൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സർക്കാർ സംബന്ധമായി ചില ആനുകൂല്യങ്ങളും അവസരങ്ങളും ഒക്കെ ലഭിക്കാം. കർമ്മ മേഖലയിൽ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ കർമ്മത്തിൽ പുരോഗതി അനുഭവപ്പെടുന്നതാണ്. സഞ്ചാരം അനുഭവവേദ്യമാക്കുവാനുള്ള സാഹചര്യങ്ങളും വരാം. ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മകരക്കൂറുകാർക്ക് മോചനം ഉണ്ടാകുന്നതാണ്. ജനസമ്മതി ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകുന്നതാണ്.
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ബന്ധുക്കളുമായിട്ടുമൊക്കെ അനുകൂലമായിട്ടുള്ള മാനസികാവസ്ഥയിൽ വന്നു ചേരുന്നതാണ്. കൂടാതെ സാധ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. എന്നാൽ രണ്ടിലൊക്കെ ശനി നിൽക്കുന്നത് അല്പം കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. വ്യാഴത്തിന് 4-ലെ സ്ഥിതി അനുകൂലവുമാണ്. അത് ദൈവാധീനത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ ദൈവാധീനം മൂലം തട്ടിമാറ്റപ്പെട്ടേക്കാം. ശനിയുടെ സ്ഥിതി മൂലം വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് അലസതയൊക്കെ ഉണ്ടായേക്കാം. ഗൃഹോപകരണ സാധന സാമഗ്രികൾ വിൽക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കും വളരെ നല്ല അനുകൂല സമയമാണ്. അങ്ങനെയുള്ളവർക്ക് എല്ലാവിധത്തിലുള്ള പുരോഗതിയും ധനലാഭവും ഉണ്ടാകുന്നതാണ്. ശ്രീമുരുകന് പഞ്ചാമൃതം, അയ്യപ്പന് എള്ളുപായസം, ശിവഭഗവാന് ധാര, പുറകുവിളക്ക്, മഹാവിഷ്ണുവിന് പാൽപായസം, സർപ്പങ്ങൾക്ക് നൂറുംപാലും തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് മകരക്കൂറുകാർക്ക് ദോഷപരിഹാരത്തെ നൽകുന്നതാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ 2024 ഫെബ്രുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവിട്ടത്തിന്റെ 2-ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശനി ജന്മരാശിയിലാണ്. രാഹു 2-ലും വ്യാഴം 3-ലും കേതു 8-ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കുംഭക്കൂറുകാരായിട്ടുള്ളവർക്ക് കുടുംബനാഥനൊക്കെ കുറച്ച് അനുകൂല സമയമാണ്. വർഷത്തിന്റെ ആദ്യ ഭാഗത്ത് അനുകൂലമായിട്ടുള്ള പല നേട്ടങ്ങളും ഉണ്ടാകാം. മാസത്തിന്റെ ആരംഭ ഭാഗത്ത് പല അനുകൂല കാര്യങ്ങളും സംഭവിക്കാം. ഭൂമി വാങ്ങുക, വാഹനം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഗൃഹനാഥനെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും. കുടിൽ വ്യവസായങ്ങള് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നവർക്ക് ലാഭം കുറയാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും അതൊക്കെ താൽക്കാലികമാണ്, പിന്നീട് മെച്ചപ്പെടുന്നതാണ്. വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെ നല്ല അനുകൂല സമയമാണ്. സന്താനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. പുണ്യക്ഷേത്ര ദർശനം ഉണ്ടാകുന്നതാണ്. കേതു അഷ്ടമത്തിൽ നിൽക്കിയാൽ ധനവ്യയത്തിനും സാധ്യതയുണ്ട്. എന്നാൽ ചില കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നേതൃസ്ഥാനങ്ങളൊക്കെ വഹിക്കുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കുടുംബസമേതം ധർമ്മദൈവങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യുക, ക്ഷേത്ര ദർശനം നടത്തുക. കൂടാതെ ശിവഭഗവാന് ധാര, പുറകുവിളക്ക് എന്നിവ നടത്തുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ദോഷത്തെ ഇല്ലാതാക്കും. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ 2024 ഫെബ്രുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് രാഹു ജന്മത്തിലാണ്, വ്യാഴം 2-ലാണ്, കേതു 7-ലാണ്, ശനി 12-ലാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് 2024 ഫെബ്രുവരി മാസം സുഖദുഃഖ സമ്മിശ്രമായിരിക്കും. പൂർവികമായിട്ടുള്ള സ്വത്തുവകകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ ബന്ധുക്കളുടെ നീരസത്തിനും അഭിപ്രായ വ്യത്യാസത്തിനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകാം. പഴയ തൊഴിലൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പുതിയ തൊഴിലൊക്കെ ലഭിക്കാനും അതിൽ ശോഭിക്കാനും സാഹചര്യം ഉണ്ടാകും. പൂർവികമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരാൻ അവസരമുണ്ടാകും. എന്നാൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് ശാരീരികവും മാനസികവുമായിട്ടുള്ള അല്പം ഉല്ലാസക്കുറവ് 2024 ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായേക്കാം. വിവാഹ വിഷയങ്ങളൊക്കെ ഉടമ്പടി മൂലം ഫലപ്രാപ്തിയിൽ എത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. ആചാര്യസ്ഥാനം വഹിക്കുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂല സമയമാണ്. കല, കായികം, സംഗീതം, അഭിനയം തുടങ്ങിയ മേഖലകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന മീനക്കൂറുകാർക്ക് കൂടുതൽ അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. സർപ്പങ്ങൾക്ക് നൂറുംപാലും നടത്തുക, ആയില്യം പൂജ നടത്തുക, ശ്രീകൃഷ്ണ ഭഗവാന് പാൽപായസവും അയ്യപ്പന് നീരാഞ്ജനവും മുരുകന് പഞ്ചാമൃതവും ഒക്കെ വഴിപാടായി നടത്തുന്നത് ദോഷത്തെ ഇല്ലാതാക്കും. 12 രാശിക്കൂറുകാരുടെയും സമ്പൂർണ്ണ ഫെബ്രുവരി മാസത്തിലെ നക്ഷത്രഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.